മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു അടിപൊളി റേഡിയോ എക്സ്പെരിമെൻറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒരു അനലോഗ് റേഡിയോയെ എങ്ങനെ നമുക്ക് ഡിജിറ്റൽ റേഡിയോ ആക്കി കൺവേർട്ട് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു അനലോഗ് റേഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ എടുത്തിരിക്കുന്ന റേഡിയോ എൽ ബോർഡ് റേഡിയോ ആണ്. കാരണം ഇതിൻ്റെ മെയിൻ ബോർഡ് ഒരു എൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. 1980കളിലൊക്കെ ഇന്ത്യയിൽ വളരെ പോപ്പുലറായിട്ട് ഉണ്ടായിരുന്ന ഒരു റേഡിയോ ബോർഡാണ് എൽ ബോർഡ്. ഇനി ഈ റേഡിയോ നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു ഉപകരണമാണ് DDS സിഗ്നൽ ജനറേറ്റർ. ഈ DDS സിഗ്നൽ ജനറേറ്ററിൻ്റെ വളരെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇതൊരു ഡിജിറ്റൽ സിഗ്നൽ ജനറേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയുമായിട്ട് ഈ DDS സിഗ്നൽ ജനറേറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി ഇതിൽ ട്യൂൺ ചെയ്യാൻ പറ്റും. ഈ സിഗ്നൽ ജനറേറ്റർ ഈ റേഡിയോയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ IF അതായത് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ 519 kHz ആണ് IF ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ എൽ ബോർഡ് ഈ റേഡിയോ ബോർഡിൽ നിന്നും അൺസ്ക്രൂ ചെയ്ത് എടുക്കാം. ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രം എന്നത് ഒരു ട്രാൻസിസ്റ്റർ സൂപ്പർ ഹെറ്ററോഡിൻ റേഡിയോയുടെ ഫ്രണ്ട് എൻഡ് സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ RF ആംപ്ലിഫയർ, മിക്സർ, ഓസിലേറ്റർ എന്നീ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിലെ ആൻറ്റിന കോയിൽ പിടിച്ചെടുക്കുന്ന റേഡിയോ സിഗ്നൽ നേരെ പോകുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കാണ് ഓസിലേറ്റർ ഔട്ട്പുട്ട് വരുന്നത്. ഈ രണ്ട് സിഗ്നലും കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന IF സിഗ്നൽ അതായത് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ ഈ IF ട്രാൻസ്ഫോമർ വഴി നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇനി DDS സിഗ്നൽ ജനറേറ്റർ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിലെ IF ട്രാൻസ്ഫോമറും ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറും തമ്മിൽ കണക്ട് ചെയ്യണം. ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററിൻ്റെ ഭാഗവും നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം. DDS സിഗ്നൽ ജനറേറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് ഇതിൻ്റെ ആൻറ്റിന കോയിലും ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യണം. പുറത്തേക്ക് വലിച്ചു കെട്ടിരിക്കുന്ന ഒരു വയർ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സർക്യൂട്ട് ഡയഗ്രം കൂടി നിങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. ആൻറ്റിനയിൽ നിന്നുള്ള RF സിഗ്നൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കും DDS സിഗ്നൽ ജനറേറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കും കൊടുക്കുന്നു. അവസാനം ഔട്ട്പുട്ട് IF ട്രാൻസ്ഫോമറിൽ നിന്നും എടുക്കുന്നു. ഇനി ഈ എൽ ബോർഡിൽ നിന്നും നേരത്തെ സൂചിപ്പിച്ച ഭാഗങ്ങൾ ഡിസ്കണക്ട് ചെയ്യാം. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറും ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമറും തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്യാം. DDS സിഗ്നൽ ജനറേറ്ററിൽ നിന്നുള്ള സിഗ്നൽ ഇതിലേക്ക് കൊടുക്കുന്നതിനായിട്ട് മറ്റൊരു വയർ ഇതിൻ്റെ ഓസിലേറ്റർ ഇന്നിലേക്കും ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുക. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാറ്ററി നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. പുറത്തേക്ക് വലിച്ചു കെട്ടിരിക്കുന്ന ഒരു ആൻറ്റിനയിൽ നിന്നുമുള്ള വയർ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കും കണക്ട് ചെയ്യാം. റേഡിയോയുടെ ഓസിലേറ്റർ സൈഡിലേക്ക് കണക്ട് ചെയ്ത വയർ ഈ DDS സിഗ്നൽ ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ബാറ്ററി കൊടുത്തുകൊണ്ട് ഈ റേഡിയോ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. Prime Minister expressed happiness
നമ്മളുടെ റേഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ആകാശവാണി തിരുവനന്തപുരം AM റേഡിയോ സ്റ്റേഷനാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. He urged people to observe the diversity of India whenever they visit a new place, understand the culture of different states, and visit heritage sites. भारत में अब वर्ल्ड हेरिटेज प्रॉपर्टीज की कुलចូលមករកត្រង់ទូបង្គំអធិដ្ឋានទូលសូមក្នុងព្រះនាមរបស់ម្ចាស់ព្រះយេស៊ូវគ្រីស្ទអាមែន അനലോഗ് റേഡിയോയെ ഡിജിറ്റൽ റേഡിയോ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വളരെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ, ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.